നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മസില് അല്ലെങ്കിൽ ജോയിൻസിന് സ്ഥിരമായിട്ട് തേച്ച് കുളിക്കാൻ പറ്റിയ എണ്ണകൾ. മിക്കവാറും ആൾക്കാർക്ക് ഇപ്പോൾ മസിൽ പെയിൻ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിന് അല്ലെങ്കിൽ ജോയിൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒരു മൊബിലിറ്റി ഇല്ല, സ്റ്റിഫ്നെസ് പോലെ കട്ടിയായിട്ടിരിക്കുക, വേദനകളൊക്കെ കോമൺ ആണല്ലോ അല്ലേ? വേറെ എന്തെങ്കിലും ചെറിയ തേയ്മാനമൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മഴക്കാലത്തോ കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും തേച്ച് കുളിക്കാൻ പറ്റി കുറച്ച് എണ്ണകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമേ തന്നെ ധന്വന്തരം തൈലം അല്ലെങ്കിൽ കുഴമ്പാണ് നമുക്ക് തേച്ച് കുളിക്കാൻ പറ്റിയ എണ്ണകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടെ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് ധന്വന്തരം തൈലം ഉപയോഗിക്കാം. ഒരു 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ കുഴമ്പ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അത് കുഴമ്പ് നമ്മൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ലാത്തതാണ്. അതുപോലെ തന്നെ കർപ്പൂരാതി തൈലമാണ് കേട്ടോ. പ്രത്യേകിച്ചും ധന്വന്തരം തൈലം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് എല്ലാ ദിവസവും തേച്ച് കുളിക്കാം. നിങ്ങൾക്ക് മസിൽ പെയിൻ ആണ് കൂടുതലെങ്കിൽ കർപ്പൂരാതി തൈലമായിരിക്കും ഗുണം ചെയ്യുക. കാഫ് മസിലിന്റെ പെയിനോ അല്ലെങ്കിൽ കഴുത്ത് വേദന, പുറം വേദന, ആ രീതിയിലുള്ള വേദനകളൊക്കെയാണ് ഉണ്ടെന്നെങ്കിൽ നമുക്ക് കർപ്പൂരാതി തൈലം ഉപയോഗിക്കാം ആവുന്നതാണ്. ഇനി പെയിൻ ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം. നല്ല റിലാക്സിങ് ആണ് കേട്ടോ, നല്ല ഉറക്കം കിട്ടും, നല്ല റിലാക്സിങ് ആണ്. അതുപോലെ തന്നെ ബലാതൈലം എന്ന് പറഞ്ഞിട്ടുള്ള തൈലമുണ്ട്. ആ ബലാതൈലം നമുക്ക് ഉപയോഗിക്കാം. അതും വളരെ നല്ലൊരു തൈലമാണ്, വേദനകൾക്കും അല്ലെങ്കിൽ റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നമുക്കൊരു അശ്വഗന്ധാദി തൈലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിന് അശ്വഗന്ധാദി തൈലം വളരെ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ മസിലുകളുടെ പ്രശ്നത്തിനും അല്ലെങ്കിൽ ഈ ടയേർഡ്നെസ് ഉണ്ടല്ലോ, നമ്മളൊരു ജോലി ചെയ്ത് വരുമ്പോഴുള്ള ടയേർഡ്നെസ്, നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വരുന്ന ടയേർഡ്നെസ്സിന് കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഈ എണ്ണകളൊന്നും ആക്ച്വലി ശാരീരികമായിട്ട് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ കംപ്ലയിൻസ് മാത്രം മാറ്റുന്നതല്ല, ഇത് ശരിക്കും മൈൻഡിനും കൂടെ റിലാക്സേഷൻ തരുന്നതാണ്. അപ്പോൾ അശ്വഗന്ധാദി തൈലവും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു 4 തൈലത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുഴമ്പുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതും, ഇപ്പം നമുക്കൊരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാം. നമ്മളൊരു 45 മിനിറ്റ് ഇത് തേച്ച് പിടിപ്പിച്ച് നിൽക്കുക, അല്ലെങ്കിൽ മിനിമം 30 to 45 മിനിറ്റ് നിൽക്കുക. ഇതിൽ കൂടുതൽ നിൽക്കരുത്. തുടച്ച് കളഞ്ഞ ശേഷം സാധാരണ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പയറുപൊടിയോ കടലപ്പൊടിയോ അങ്ങനത്തെ ആയുർവേദ പൊടികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാം. നിങ്ങൾ കർക്കിടക മാസത്തിലൊക്കെ തുടർച്ചയായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ വീക്ക്ലി സ്ഥിരമായിട്ട് ഉപയോഗിക്കാമെങ്കിൽ വീക്ക്ലി 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 1 പ്രാവശ്യമോ ഓഫ് കിട്ടുന്ന ദിവസമോ ഒക്കെ നമുക്ക് ഇത് തേച്ച് കുളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.